മലേഷ്യയിൽ അലക്കണത് നിങ്ങൾ കണ്ടിക്കണോ? അതായത് നമ്മളത് കോഴിക്കോട് ഭാഷയെ പറഞ്ഞാൽ തിരുമ്പണത് കണ്ടില്ലെങ്കിൽ കൂടെ വന്നോളിയേ. തിരുമ്പാനുള്ള ഡ്രസ്സ് കൊടുത്ത് നേരെ വിട്ട് അടുത്തുള്ള ലോണ്ട്രിക്ക് നമ്മളെ മലായ് ഭാഷയിൽ ഡോബി എന്നാണ് പറയുക. എല്ലാ ഡ്രസ്സൊന്നും ഇവിടെ കൊണ്ടുവന്ന് അലക്കൂല. നമ്മളെ കട്ടിയുള്ള റൂമിലെ വാഷിംഗ് മെഷീനിൽ അലക്കാൻ പറ്റാത്തത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഡോബിയിലെത്തി മെഷീൻ ഓണാക്കി നേരെ അതിലേക്ക് ഡ്രസ്സ് ഇട്ട് ആദ്യം തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് വേറെ എന്ത് പണിക്കും പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേനും മെഷീൻ ഫുള്ളായിട്ടുണ്ടാവും. അടുത്തത് ഇതിൽ സാബൂനിടലാണ്. മേലത്തെ ട്രേ തുറന്ന് കൊണ്ടുവന്ന സാബൂന് അതിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ തട്ടാൻ തുടങ്ങി. സാബൂന് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ, പക്ഷെ ലാഭം നമുക്ക് റൂമിൽ നിന്ന് കൊണ്ടുവരാം. അവിടെ ആകുമ്പോൾ കുറച്ച് വില കൂടും. അങ്ങനെ സാബൂന് അതിലേക്ക് തട്ടി ട്രേ അടച്ച് അടുത്തത് പോകേണ്ടത് പൈസ തപ്പിയിട്ടാണ്. ഓരോ ഡോബിക്കും പ്രത്യേക കോയിനുകളാണ് ഉണ്ടാവുക. അവിടെ തന്നെ എടുക്കാനുള്ള മെഷീൻ ഉണ്ടാവും. ഒരു തവണ അലക്കാൻ 6 വെള്ളിയാണ് ചിലവ്. അപ്പോൾ ആദ്യം തന്നെ 5 വെള്ളിയിട്ട് കോയിനെടുത്ത്, പിന്നെ രണ്ടാമത് 1 വെള്ളി ഇട്ട് കോയിനെടുത്ത്. കോയിന് ചിലപ്പോൾ മലേഷ്യയിലെ 50 സെൻറ്റും ഉണ്ടാവും, അതുപോലെ ആ ഡോബിയുടെ മെഷീന് പ്രത്യേകമായിട്ടുള്ള കോയിനും ഉണ്ടാവും. അടുത്ത പണി കോയിനുകൾ ഇനി മെഷീനിൻ്റെ ഉള്ളിലേക്ക് തള്ളണം. 6 വെള്ളിയും അതിൻ്റെ ഉള്ളിലേക്ക് തള്ളണം. മെഷീൻ കുറച്ച് പഴയ മെഷീൻ ആയതുകൊണ്ട് അത് കുറച്ച് റിസ്ക് പിടിച്ച ടാസ്ക് തന്നെ. അങ്ങനെ എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ 6 വെള്ളി അതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ച് മെഷീൻ ഓണായി. ഇനി 25 മിനിറ്റ് എടുക്കും ഒരു വട്ടം അലക്കി തീരാൻ. സാവധാനം മെഷീനിൻ്റെ പണി തുടങ്ങി. വെള്ളം മെല്ലെ ചീറ്റാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അത് കറങ്ങാനും തുടങ്ങി. 25 മിനിറ്റ് വരെ ഇനി കാത്തിരിക്കണം. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി വരുന്ന 25 മിനിറ്റും അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. ഈ കാണുന്ന മെഷീനാണ് കൂട്ടത്തിലെ ഏറ്റവും ചെറിയത് കേട്ടോ. ഇതിൽ വെറും 10 കിലോ മാത്രമേ അലക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഡ്രയർ, അലക്കിയത് ഉണക്കണ മെഷീനാണ്. മുകളിൽ എഴുതിയിരിക്കുന്നതാണ് വില നിലവാര പട്ടിക. 10, 14, 28 കിലോ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. തുണിയുടെ തൂക്കത്തിനനുസരിച്ചാണ് കേട്ടോ പൈസ. കൂടുതൽ തുണി ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ഇതാണ് 14 കിലോ വരെ അലക്കാൻ പറ്റാവുന്ന വലിയ മെഷീന്. അതിൻ്റെ അപ്പുറത്ത് കണ്ടതാണ് 28 കിലോ വരെ അലക്കാൻ പറ്റാവുന്ന വലിയ മെഷീന്. ഫുൾ ടൈം ഇവിടെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അലക്കി ഡ്രസ്സ് മടക്കാനും പുതിയതായിട്ട് അലക്കാനൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അവരൊക്കെ ഡ്രസ്സും മെഷീനിലിട്ട് കണ്ട് ഓരോ പാട്ടിന് ഓര് പോവും. ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അതിനെല്ലാം അവിടെ കാവലിരുന്ന്, ആരും കൊണ്ടുപോകും പേടിച്ചിട്ടല്ല, ഒരു രസം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കും, ആയോ എന്ന്. ആയിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ചെറിയ എന്തോ പൈസ കൊടുത്താൽ കുട്ടികൾക്കും നല്ല ഹാപ്പി ആവും. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി നമ്മളെ ഡ്രസ്സ് അലക്കിക്കഴിഞ്ഞ് നേരെ പോയി ഡ്രസ്സ് എടുത്ത് അപ്പുറത്ത് കാണുന്ന നമ്മളെ മടക്കണ ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് പോയി. മടക്കാൻ വേണ്ടി 3-4 ടേബിൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് നേരെ ടേബിൾമേ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിക്ക് മടക്കി കവറിലാക്കി. ചെറിയൊരു നനവുണ്ട്, അത് റൂമിൽ പോയിട്ട് ഉണക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.